ശ്രീ കെ പി നൌഷാദ് അലി, കോൺഗ്രസ് ഈ ചൂണ്ടയിൽ കൊത്തുന്നുണ്ടോ? വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയമായി പേരുമാറ്റ വിഷയം വരാൻ പോവുകയാണോ? അഭിലാഷ്, നമ്മൾ ഈ വിഷയത്തെ ഒന്നുകൂടി ഒരു ഗൗരവമായ തരത്തിൽ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലോകത്തെല്ലായിടത്തും പേരുമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, റെഡേഷ്യ സിംബാബ്വെ ആയതും സിലോൺ ശ്രീലങ്ക ആയതും മ്യാൻമർ മുമ്പ് ബർമയായിരുന്നതും പേർഷ്യ പിന്നീട് ഇറാൻ ആയതും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സമാനമായിട്ട് ഇന്ത്യയിൽ ചെന്നൈ, കൊൽക്കത്ത, മുംബൈ ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഭാഷാപരമായ, സാംസ്കാരികമായ, തദ്ദേശീയമായ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഉണ്ടായ പൊതുവായ തീരുമാനങ്ങളാണ്. എന്നാൽ ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് കൃത്യമായിട്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീയ വിഭജനത്തിന് വേണ്ടി വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ ഇത് ഉപയോഗിച്ച് തുടങ്ങിയ ഒരു പാർട്ടിയാണ് BJP. അവർ ഉത്തരേന്ത്യയിലുടനീളം ഇത് പയറ്റി പലപ്പോഴും ചെറിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് കേരളത്തിലേക്കൊന്ന് ശ്രമിക്കാനുള്ള ആദ്യത്തെ സമീപകാലത്തെ ഒരു ശ്രമമാണ് സുരേന്ദ്രനിലൂടെ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് O രാജഗോപാലും CK പത്മനാഭനൊക്കെ പറഞ്ഞ മാതിരി ഇത് കേരളമാണ്, അവിടെയുള്ള പരിപ്പൊന്നും ഇവിടെ വേവില്ല, ഇവിടെ അത്തരം വാദങ്ങൾ ഉയർത്തുന്നവർ പരിഹാസ്യരായി മാറുകയേ ഉള്ളൂ എന്നുള്ളത് സുരേന്ദ്രന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിലും ഇവരൊന്നും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാനല്ല മത്സരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇനി ഞാൻ ഒരു കാര്യം കൂടി അഭിലാഷോട് പറയുന്നു. ഇവിടെ ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് ഒരുപാട് സ്ഥലങ്ങൾ മാറ്റി. ആ മാറ്റിയ സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. ചിലത് മാറ്റുമെന്ന് പറയുന്നു, അതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഹൈദരാബാദ് എന്ന സ്ഥലം അവിടെ ഭാഗ്യനഗറാക്കുമെന്ന് നരേന്ദ്രമോദി അവിടെ ഹൈദരാബാദ് ചെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു. ഈ ഹൈദരാബാദ് ഉണ്ടാക്കിയത് അവിടെ 16-ാം നൂറ്റാണ്ടിലെ ഒരു സുൽത്താനാണ്. അദ്ദേഹം നൽകിയ പേരാണ് ഹൈദരാബാദായി മാറിയത്. മുഗളന്മാർ നാടുനീളെ പിന്നെ ഗാർഡനുകൾ ഉണ്ടാക്കി. ആദ്യത്തെ ഗാർഡൻ ബാബർ ഉണ്ടാക്കിയതിൻ്റെ പേര് രാംബാഗ് എന്നാണ്. ജഹാംഗീർ ഉണ്ടാക്കിയ കാശ്മീരിലെ ഗാർഡൻ ഇന്ന് ലോക പൈതൃക പട്ടികയിലുണ്ട്. അതുപോലെയാണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ ഇവർ പേര് മാറ്റുന്നത്. അതുപോലെ തന്നെ അലഹബാദും ഔറംഗാബാദും ഉസ്മാനാബാദും അഹമ്മദാബാദും ഒക്കെ അക്ബറും പിന്നെ ജഹാംഗീറും അഹമ്മദും ഇങ്ങനെയൊക്കെയുള്ള രാജാക്കന്മാർ ഉണ്ടാക്കി പേര് നൽകിയ സ്ഥലങ്ങളാണ്. ഇവർക്ക് ഇത്ര പേര് നൽകാൻ ആവേശമുണ്ടെങ്കിൽ പുതുതായിട്ട് ഇവർ ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരുടെ പേര് നൽകട്ടെന്നേ. അല്ലാതെ കഴിഞ്ഞുപോയ കാലത്ത് ഓരോരുത്തരുണ്ടാക്കിയതിൻ്റെ പുറത്ത് പേര് മാറ്റി അതിൻ്റെ വ്യാജ പിതാവായി എട്ടുകാലി മമ്മുഞ്ഞ് ചമയുന്ന ഇവരോടൊക്കെയുള്ള ഒരു പുച്ഛം രേഖപ്പെടുത്താൻ ഞാൻ എൻ്റെ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളെ BJP ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നോക്കിയാൽ മതി. UPA കാലത്തുണ്ടായ പദ്ധതികളുടെ ഇംഗ്ലീഷ് പേര് മാറ്റി ഹിന്ദിയിലാക്കി അത് തൻ്റേതാണ് എന്ന് വ്യാജം നടിച്ചു മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രിസഭയും പ്രധാനമന്ത്രിയൊക്കെയാണ് ഇന്ത്യയിലുള്ളത്. ഇവർ ഇത്തരത്തിലൊക്കെ കേരളത്തിൽ വന്ന് ചെയ്യുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. ഇവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളെയും ഇവരുടെ ഇത്തരത്തിലുള്ള വർഗീയ പ്രീണനങ്ങളോ വിഭജന കുത്തിത്തിരിപ്പുകളോ ഒന്നും ബാധിക്കുകയില്ല. ഇത് കേരളം വളരെ കൃത്യമായിട്ട് ഇതിനെ അഭിസംബോധന ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ സുരേന്ദ്രൻ ഇവിടെ നേരത്തെ ആളുകളൊക്കെ പറഞ്ഞതുപോലെ അയാൾക്ക് വയനാട്ടിൽ ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ചില കയ്യടികളോ അല്ലെങ്കിൽ ശ്രദ്ധയൊക്കെ ആകർഷിക്കാൻ നോക്കുന്നു. അതിൽ അദ്ദേഹം ഭാഗികമായി വിജയിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ചർച്ചയൊക്കെ. നമുക്ക് ഈ വിഷയങ്ങളൊക്കെ അവഗണിച്ച് കളയുകയാണ് വേണ്ടത്. നിർണായകമായ രാഷ്ട്രീയ ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധയെ വ്യതിചലിപ്പിക്കാനുള്ള ഇത്തരം ക്ഷുദ്ര ശ്രമങ്ങളെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളി മാറ്റിക്കൊണ്ട് ഗൗരവതരമായ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാക്കി മുന്നോട്ട് പോകണം. ലോക്നീതി CDSന്റെ ഒക്കെ സർവേ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഉത്തരേന്ത്യ പോലും തൊഴിലില്ലായ്മയെക്കുറിച്ച്, പട്ടിണിയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ അവർ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളുമായിട്ട് നിർബാധം വീണ്ടും വരും. നമ്മളേവരും അതിനെ കരുതിയിരിക്കണം എന്ന് മാത്രമാണ് അഭിലാഷ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.